ഇന്ന് എൻ്റെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഫാറ്റി ലിവർ. അപ്പോൾ പലർക്കും ഇപ്പോൾ അറിയാം, പലർക്കും ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന ഈ ഒരു പ്രോബ്ലം. അപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ലിവർ കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് അത് അതിൻ്റെ ഒരു ഫംഗ്ഷൻ പ്രോപ്പർ ആവാതെ വരുമ്പോൾ നമ്മുടെ അതിൻ്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ഇത് കൂടുന്നത്. പിന്നെ അത് ലിവർ സിറോസിസ് അങ്ങനെയുള്ളൊരു സ്റ്റേജിലോട്ട് പോകുന്നു. അപ്പം ഈ ലിവർ സിറോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഒരു കാരണം എന്ന് പറയുന്നത് നമുക്ക് കൂടുതലായിട്ടും കൊഴുപ്പ് കൂടിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കൂടിയാണിത് ലിവർ സിറോസിസ് എന്ന് പറയുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അമിതമായിട്ട് ഡയബറ്റിക് കൂടുതലായിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ ഒബേസിറ്റി ഫാറ്റി കൂടുതലായിട്ട് വെയിറ്റ് ഉള്ള ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ ഹൈ കൊളസ്ട്രോൾ ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലായിട്ടും നമ്മൾ ഈ ഫാറ്റി ലിവർ കാണുന്നത്. പിന്നെ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചും ഒരു വിശപ്പില്ലായ്മ വരിക, അതായത് വയറിന് എപ്പോഴും നമുക്കൊരു ഹെവിനെസ് തോന്നുക, അതുപോലെ തന്നെ നമുക്ക് കാലിലൊക്കെ നീരുണ്ടാകുക, അതുപോലെ നമുക്ക് എപ്പോഴും ഒരു വൊമിറ്റിംഗ് സെൻസേഷൻ, നമുക്ക് ഒരു ഛർദ്ദിൽ പോകുന്ന പോലുള്ളൊരവസ്ഥ. ഇതൊക്കെയാണ് ഇത് എല്ലാവരുടെയും ഓരോ സ്റ്റേജ് അനുസരിച്ചാണ് ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിന് നമ്മൾ ഫാറ്റി ലിവറിന് നമ്മൾ കൂടുതലും മെഡിസിൻ കൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര നിയന്ത്രണമാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്. പ്രത്യേകിച്ച് നമുക്ക് കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, ഇതും നമുക്ക് ലിവറിന് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ കൂടുതൽ ഫാറ്റി ലിവർ ഉള്ള ആൾക്കാർ എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ കഴിക്കണം എന്ന് വെച്ചാൽ, കൂടുതലായിട്ട് നമുക്ക് ഇലക്കറികൾ കഴിക്കുക. അതായത് ഇലക്കറികൾ കൂടുതലായിട്ട് നമ്മുടെ പാലക് ചീരയൊക്കെ പറയുമല്ലോ, നമ്മുടെ കീര ഇങ്ങനെയുള്ളത്, അതുപോലെ നമ്മുടെ ക്യാബേജ്, ബ്രോക്കോളി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ പ്രത്യേകിച്ച് സോയാബീൻ, ഇതിനൊക്കെ പ്രോട്ടീൻ കൂടുതലാണ്. അതുപോലെ നമ്മുടെ നോൺ വെജ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫിഷിൽ നമ്മുടെ മത്തി, അതുപോലെ ചൂര, ഇതിനൊക്കെ ഒമേഗ 3 ഫാറ്റി ആസിഡ് ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ കൊഴുപ്പിനെ കുറയ്ക്കാനായിട്ട്, ആഗിരണം ചെയ്യാനായിട്ടുള്ള കഴിവുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാൾനട്ടൊക്കെ ഇതിന് വളരെ നല്ലതാണ്. പിന്നെ നമുക്ക് ഈ ബ്ലാക്ക് കോഫി, നമ്മുടെ കട്ടൻ കാപ്പി എന്ന് പറയുന്ന സാധനം, അത് നമുക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഈ കാപ്പിയിൽ കഫീൻ എന്ന് പറയുന്ന ഒരു ഘടകം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ബ്ലാക്ക് കോഫി എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ പഞ്ചസാരയോ പാലോ ആഡ് ചെയ്യാൻ പാടില്ല. ബ്ലാക്ക് കോഫി ആയിട്ട് തന്നെ നമ്മൾ കുടിക്കുക. അപ്പം ഡെയിലി നമ്മൾ 1 കപ്പ് ബ്ലാക്ക് കോഫി കുടിക്കുന്നത് ഈ ഫാറ്റി ലിവറൊക്കെ ഉള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ കൂടുതലായിട്ട് മീറ്റായിട്ടുള്ള കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ, അതായത് നമ്മുടെ മട്ടൻ, ബീഫ് ഇങ്ങനെ വരുന്ന ആഹാരങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ സ്വീറ്റ്സ്, പ്രത്യേകിച്ച് സ്വീറ്റ്സ് ഐറ്റംസ് നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കണം. ഐസ്ക്രീം, അതുപോലെ ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ നമ്മൾ ചായ കുടിക്കുമ്പോഴും ചായ പോലും നമ്മൾ വിത്തൗട്ട് പഞ്ചസാര ഇടാതെ തന്നെ ചായ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക തന്നെ വേണം. അതുപോലെ നമ്മുടെ ഫ്രൈ ഐറ്റംസ്, കൂടുതൽ ഓയിലായിട്ടുള്ള എണ്ണപ്പലഹാരങ്ങൾ, ഇതൊക്കെ ബേക്കറി സ്വീറ്റ്സ് ആയിട്ടുള്ളതും ഒക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഒഴിവാക്കുക. അതുപോലെ തന്നെ മദ്യപാനം, അതും സ്ഥിരമായിട്ടുള്ള ആൾക്കാർ നിർബന്ധമായിട്ടും മദ്യപാനം ഒഴിവാക്കുക തന്നെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ, കൊഴുപ്പ് കൂടിയ ആഹാരങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും കുറയ്ക്കുകയും, അതുപോലെ നമ്മൾ ചെറിയ രീതിയിലുള്ള നടത്തയോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യായാമങ്ങൾ, യോഗയോ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് കൂടുതലും ഒബേസിറ്റി, ഓവർ വെയിറ്റ് ഒക്കെ ഉള്ള ആൾക്കാർ നിർബന്ധമായിട്ടും ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും വേണം. അതുപോലെ ചെറിയ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും ചെയ്യേണ്ടതുമാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.